ടെററിസത്തിനെതിരായിട്ട് ലോകത്തിനെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നം. അത് നടക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ആവട്ടെ സൈനിക ശക്തിയിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയൊരു രാജ്യമാണ്. എന്ത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു യുദ്ധസന്നാഹം നടത്തുന്നത്? അതുകൊണ്ട് വി വിൽ യൂസ് വാട്ട് എവർ മേ ഹാപ്പൻ, ബിക്കോസ് വി കനോട്ട് ഫൈറ്റ് വിത്ത് ട്രഡീഷണൽ വെപ്പൺസ് വിത്ത് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ടെററിസത്തിനെ ഒരു പോളിസിയാക്കി മാറ്റിയത്. പ്രതിഭാധനനായ നയതന്ത്രജ്ഞൻ, വിദ്യാഭ്യാസ ചിന്തകൻ, ഹൈക്കമ്മീഷണർ, ഗ്രന്ഥകാരൻ, കോളമിസ്റ്റ്, ഐക്യരാഷ്ട്രസഭ സ്ഥിരം പ്രതിനിധി തുടങ്ങി അനവധി മേഖലകളിൽ സ്വന്തം വ്യക്തിത്വം പ്രകാശിപ്പിച്ച ടി.പി. ശ്രീനിവാസൻ സാർ ഇന്ന് നമ്മളോടൊത്തുണ്ട് എന്നുള്ളതിലെ സന്തോഷം ആദ്യം തന്നെ പങ്കുവെക്കുന്നു. താങ്ക് യു, മൈ പ്ലഷർ. വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായി സാറ് ഇരുന്നിട്ടുണ്ട്. ഫിജിയിലും അതുപോലെ തന്നെ 37 കൊല്ലം ദക്ഷിണ പസഫിക് സംസ്ഥാനങ്ങളിലും. ഇക്കാലത്ത് സാർ എടുത്തിട്ടുള്ള നിലപാടുകൾ, പ്രധാനപ്പെട്ട നിലപാടുകൾ എന്തൊക്കെയാണ്? അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇല്ല, ആദ്യത്തെ ഒരു 8 വർഷം നമ്മൾ ശരിക്കും ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഉള്ള സ്റ്റേജ് അല്ലാതെ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞാലേ നമ്മളൊരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമാകുന്നുള്ളൂ. അതുവരെ the policy of the government is there. You have an ambassador to tell you what to do and you do it. അതിനൊരു പോളിസി ഇൻപുട്ട് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷേ when an instruction comes from the government, you may have an idea which is different. You can put it across. Ambassador may say it to the government and so some little satisfaction you have. പക്ഷേ ശരിക്കും ഇൻ്റർനാഷണൽ പോളിസിയിൽ ഞാൻ ഇൻവോൾവ് ആയത് ആദ്യമായിട്ട് UN അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ. അതിന് മുമ്പ് UN പോകുന്നതിന് മുമ്പ് 3 വർഷം ഞാൻ ഫോറിൻ സെക്രട്ടറിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. യഥാർത്ഥത്തിൽ ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പോളിസി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഫോറിൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അത് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിലും ഡയറക്റ്റ് ആക്സസ് ടു ദ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി, ആദ്യം മിസസ് ഗാന്ധി, പിന്നെ മൊറാർജി ദേശായി, അത് കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി, പിന്നെ IK ഗുജ്റാൽ, അങ്ങനെ ഒരുപാട് പ്രധാനമന്ത്രിമാരുമായിട്ട് കൂടെ എടുക്കാൻ കഴിഞ്ഞത് ആ ജോലി കൊണ്ടാണ്. അത് കഴിഞ്ഞ് ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ ഇഷ്യൂസാണല്ലോ, ഡിസാർമമെൻറ്റ് അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് അസൈൻമെൻറ്റ് യു ഗെറ്റ്. അങ്ങനെ ആ ഒരു ഡെപ്യൂട്ടി പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയപ്പോഴാണ് എനിക്ക് അംബാസഡോറിയൽ സ്റ്റേറ്റസ് ആദ്യമായിട്ട് കിട്ടിയത്. ദാറ്റ് വാസ് 1992. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് യുവർ റിയലി പോളിസി മേക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയത്. അത് വളരെ എക്സൈറ്റിംഗ് ആണ്, പലപ്പോഴും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഈ കാശ്മീർ ഇഷ്യൂ ഒക്കെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്, എത്ര നമ്മൾ ചെയ്താലും ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാം താല്പര്യമെടുത്തു, എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിഹാരം കാണാമെന്നുള്ള പല വഴികളും അറ്റ്ലീസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ശരിയായി വന്നില്ല എങ്കിൽ പോലും. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരം പ്രതിനിധിയായിരുന്നു സാർ. ഇക്കാലത്തും തൻ്റേതായ ഐഡിയാസ് എന്താ പറയുക നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം ഐഡിയാസ് അവ എങ്ങനെയാണ് ആ ഒരു നമ്മുടെ ഇന്ത്യക്കും അതുപോലെ തന്നെ മറ്റ് ദേശങ്ങൾക്കും അത് എങ്ങനെയാണ് ഗുണകരമായി തീർന്നത്? അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഐക്യരാഷ്ട്ര സംഘടനയിലെ ജോലി വ്യത്യസ്തമാണ്. നമ്മുടെ ബൈലാറ്ററൽ അല്ല, മൾട്ടിലാറ്ററലാണ്. നമ്മൾ 193 രാജ്യങ്ങളുമായിട്ടാണ് ഇടപെടുന്നത്. ഇപ്പം 3 പേരിരുന്ന ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം 193 പേരിരുന്ന് എങ്ങനെയാണ് തീരുമാനം എടുക്കുക? അപ്പം ട്രമെൻഡസ് പേഷ്യൻസ് വേണം, ട്രമെൻഡസ് ടാക്റ്റിക് വേണം. കാരണം ഓരോ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ അതിനെ ഒരു ഗ്ലോബൽ താല്പര്യമായിട്ട് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. ഇപ്പോൾ ടെററിസം എന്ന് വെച്ചോളൂ, എൻ്റെ ജീവിതകാലം മുഴുവൻ ടെററിസത്തിനെതിരായിട്ട് ലോകത്തിനെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നം. അത് നടക്കാത്ത കാര്യം എന്ന് വെച്ചാൽ വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്നു വരെ ഐക്യരാഷ്ട്ര സംഘടന ഡിഫൈൻ ചെയ്തിട്ടില്ല ആരാണ് ടെററിസ്റ്റ് എന്ന്. A terrorist is a person who tries to get through force what they cannot get by peaceful means. അതാണ് ഒരു ഡെഫിനേഷൻ. പക്ഷേ അത് ഇന്ന ആളാണ്, പാലസ്റ്റീനിയൻസ് ആണോ ടെററിസ്റ്റ്, അതോ കാശ്മീരി റിബൽസ് ആണോ ടെററിസ്റ്റ്? കാശ്മീരി റിബൽസ് ആണോ പാകിസ്ഥാൻ പറയും. ഇന്നലെ തന്നെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞില്ല, ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, കാരണം അവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. കാശ്മീർ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അവരെ സഹായിക്കുന്നു അവർ ഓണസ്റ്റായിട്ട് പറയുന്നുള്ളൂ. ഓരോ സ്പെസിഫിക് കേസിൽ അവർ ഒരിക്കലും സമ്മതിക്കില്ല.
ദേ സേ വി ട്രെയിൻ ദം, വി ഗിവ് ദം ആംസ് എന്നുള്ള ഒരു ഓപ്പണായിട്ട് പറയുന്നു. സെയിം തിങ് ഇൻ പാലസ്റ്റൈൻ. നമ്മൾ ആഫ്രിക്കൻ മൂവ്മെൻറ്റ്സിന് നമ്മൾ ഗൺസ് കൊടുത്തിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലും നമീബിയയിലും ഒക്കെ ഇന്ത്യൻ ആർമി യൂസ് ടു സപ്ലൈ ആംസ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദംസെൽവ്സ്. അപ്പോൾ അതിൻ്റെ ആ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്നുള്ളതിന് വലിയ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിനെ ആദ്യമായിട്ട് ഫ്രീഡം സ്ട്രഗിൾ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അത് ഇനിഷ്യലി അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ റേഷ്യൽ ഇഷ്യൂ. ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി അല്ല അദ്ദേഹം ആലോചിച്ചിരുന്നത്. ഇന്ത്യക്കാർക്ക് ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഈ അപ്പാർത്തൈഡുള്ള സമയത്ത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഗോഖലെയും അവരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഒരു നാഷണൽ ലീഡറായി മാറിയത്. അല്ലെങ്കിൽ അവിടെ ഒരു ലോയറായിട്ട് ബ്ലാക്ക് ആഫ്രിക്കൻസിൻ്റെ അവരുടെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം അവസാനിക്കുമായിരുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഗവർണൻസ് പവറുള്ള ഒരു തസ്തികയിൽ സാറ് ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ ഞാൻ മെമ്പറാണ്. ഓരോ രാജ്യത്തിനും ഒരു ഗവർണറുണ്ട്, അങ്ങനെയാണ് പേര്. ശരിക്കും ഒരു ഗവേണിംഗ് ബോർഡ് എന്നുള്ള മെമ്പർ എന്നുള്ളതാണ് അർത്ഥം. അത് ഇന്ത്യക്കൊരു പെർമനൻറ്റ് പൊസിഷനുണ്ട്. ഈ സെക്യൂരിറ്റി കൗൺസിൽ ചില രാജ്യങ്ങൾക്കുള്ളതുപോലെ ഇവിടെ ഇന്ത്യക്കൊരു പെർമനൻറ്റ് പൊസിഷനുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക്, പല രാജ്യങ്ങൾക്കും ഓരോ തവണയും വീണ്ടും ഇലക്ട് ചെയ്യപ്പെടണം. അപ്പോൾ ഞാൻ 4 വർഷം അവിടെ ഇരുന്ന സമയത്ത് നമ്മുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അറ്റോമിക് എനർജി ഏജൻസി അതാണ് അതിൻ്റെ പർപ്പസ് എന്ന് നമ്മളുടെ വിചാരം, ഇന്ത്യയെ സംബന്ധിച്ചുള്ള രാജ്യം വിചാരം, ഇത് സമാധാനപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഇറ്റ്സ് എ പ്രൊമോഷണൽ ഏജൻസി എന്നാണ്. പക്ഷേ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വെപ്പൺ എന്ന് മാത്രമല്ല, അവർ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാരണം ഒരു ട്രീറ്റി ഉണ്ടല്ലോ, ട്രീറ്റി ഓഫ് നോൺ പ്രൊളിഫറേഷൻ, അത് 3 രാജ്യങ്ങളെ ഒപ്പിടാത്തുള്ളൂ, ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ഇസ്രായേൽ. ബാക്കി 190 രാജ്യങ്ങളും അത് ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ഒപ്പിടാത്തതിൻ്റെ കാരണം അത് ഡിസ്ക്രിമിനേറ്ററിയാണ്. ചേരിചേരാ നയത്തിൻ്റെ ഭാഗമാണോ? അല്ല, അതിൻ്റെ ഭാഗമല്ല. ചേരിചേരത്തിലുള്ളതിലെല്ലാം ഒപ്പിട്ടതാണ്. നമ്മുടെ ഒരു പ്രത്യേക പോളിസിയാണത്. കാരണം ഡിസ്ക്രിമിനേറ്ററിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇപ്പോൾ NPT ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് 5 രാജ്യങ്ങളെ ഈ ന്യൂക്ലിയർ രാജ്യങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒപ്പിട്ടാൽ നമുക്കിനിയൊന്നും ചെയ്യാനൊക്കില്ല എന്നുള്ളത് മാത്രമല്ല, അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഈ ഡീകോളനൈസേഷൻ്റെയും നോൺ അലൈൻ, പക്ഷേ അതൊന്നും മറ്റ് നോൺ അലൈൻ കൺട്രീസ് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അവർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. സൈൻ ചെയ്താൽ എക്സ്റേ മെഷീൻസ് കിട്ടും. കാരണം ഡെവലപ്പ് ചെയ്യാൻ പ്രയാസമാണല്ലോ ടെക്നോളജി. അപ്പം പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജിക്കുള്ള കൺവീനിയൻസിന് വേണ്ടി പല രാജ്യങ്ങളും ഇത് ഒപ്പിടുമ്പോൾ അവർ ഭാവിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാവുകയില്ല എന്ന് പ്ലഡ്ജ് ചെയ്യണം. പക്ഷേ ഇന്ത്യ പറയുന്നത് നമുക്ക് ഈ രാജ്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും ചൈന ആയാലും ഒക്കെ അവരുടെ സർവൈവലിന് വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് ആവശ്യമാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ആവശ്യമില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെയാണ്. നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയില്ല, ബട്ട് വി ഡിഡ് നോട്ട് സൈൻ. 98 മാത്രമേ നമ്മളൊന്ന് പരീക്ഷ നടത്തി. അത് ആദ്യം 74 മിസ് ഗാന്ധി നടത്തി, പിന്നെ 98 വാജ്പേയി നടത്തി. അപ്പോഴാണ് നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് നമ്മളെ വിളിക്കുകയുള്ളൂ. കാരണം NPT സൈൻ ചെയ്തിട്ടില്ലാത്തത്. ഇപ്പോഴും ഈ 3 കാറ്റഗറി ഉണ്ട്. ലോകത്തെല്ലായിടത്തും ഞാനും ഇസ്രായേൽ അംബാസഡറോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അംബാസഡറായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ വിയന്നയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരാണ്. കാരണം ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നാണ് ലോകകാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട്. കാരണം വി ആർ ഫൈറ്റിംഗ് ദി ഡോമിനേഷൻ ഓഫ് ദി ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്. അപ്പം അത് പ്രൊമോഷണൽ ആയിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ വലിയ നിർബന്ധം. മറ്റവരത് പറയുന്നത് ഒരു എന്താണ്, മറ്റുള്ളവരൊന്നും ചെയ്യാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ അതൊരു എന്താണ്, വാച്ച് ഡോഗ് റോൾ ആണ് വെസ്റ്റേൺ അതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊമോഷണൽ റോളാണ്. ഇതായിരുന്നു ഞങ്ങളുടെ സ്ട്രഗിൾ അവിടെ അതുവരെ. അപ്പം ഞാൻ 98 ഞാൻ വാഷിങ്ടണിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫൈനൽ ഈ ടെസ്റ്റ്, 2ാമത്തെ ടെസ്റ്റ് നടത്തുകയും നമ്മളെ ഒരു ന്യൂക്ലിയർ വെപ്പണായിട്ട് അംഗീകരിക്കുകയും അത് കഴിഞ്ഞ് 2008 ഇന്ത്യയെ ഒരു റെസ്പെക്റ്റബിൾ, റെസ്പോൺസിബിൾ, ടെക്നിക്കലി ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്നൊക്കെ ഒരു പേര് നമുക്ക് തന്നു. എന്നാലും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് എന്ന് പറയില്ല. ഇപ്പോഴും നമ്മുടെ കയ്യിലിരിക്കാൻ പാടില്ല എന്നാണ്. അമേരിക്കയായിട്ടൊരു എഗ്രിമെൻറ്റ് നടത്തിയല്ലോ 2008. അതനുസരിച്ച് ഇപ്പം നമുക്ക് ന്യൂക്ലിയർ മെറ്റീരിയൽ വാങ്ങിക്കാം. ഉണ്ടാകുന്നും പറ്റില്ലായിരുന്നു. മറ്റവരുടെ സ്റ്റേറ്റസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ആയിരുന്നു ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഒരു നല്ല ഡയറക്ടർ ജനറൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു, ഒരു ഈജിപ്ഷ്യൻ ഡിപ്ലോമാറ്റ്, ഡോക്ടർ എൽ ബരദായ്. എൻ്റെ ഒരു വലിയ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങളൊന്നിച്ച് ഗോൾഫ് കളിച്ചാണ് കൂടുതൽ പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്നത്. മറ്റ് അംബാസിഡർമാരൊക്കെ ക്യൂ നിൽക്കും അദ്ദേഹത്തിനെ കാണാൻ. പക്ഷേ സൺഡേ ഹോളിഡേ ഞങ്ങൾ 2 പേരും കൂടെ ഗോൾഫ് കളിക്കുകയാണ്, കുളിക്കാൻ പോകുന്നു. അങ്ങനെ അത്ര പരിചയമുണ്ട്. ഇപ്പോഴും നല്ല കോൺടാക്റ്റ് ഉള്ള ആളാണ്.
അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ ഒരു ഇമ്പാർഷ്യലാണ്. ഹി കനോട്ട് സപ്പോർട്ട് ഇന്ത്യ ഓപ്പൺലി. പക്ഷേ വളരെ ശ്രദ്ധാപൂർവം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി, നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി മറ്റുള്ളവരിൽ അത് കൺവേ ചെയ്യാനും ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായി. അത് അവസാനത്തെ സാറിൻ്റെ തന്നെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ കൂടിയാണ് നമ്മുടെ അല്ലേ ഇന്ത്യയുടെ ഒരു അഭിമാനത്തെ നിലനിർത്തുക. അതെ, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ IIL ജോലി കിട്ടിയത്. കാരണം നമുക്ക് നല്ല സയൻറ്റിസ്റ്റ് ഉണ്ട്, പക്ഷേ ഇവരെ സമ്മതിക്കില്ല. പക്ഷേ ബിറ്റ്വീൻ ഡോക്ടർ എൽവർദ ആൻഡ് മൈസെൽഫ് വി ആർ ഏബിൾ ടു ഇൻട്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അവരൊക്കെ അബ്സല്യൂട്ട്ലി സുപ്പീരിയറാണ്, അതെല്ലാം അവർ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു ഫ്യൂച്ചർ, ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറ് 2009 മുതൽ 2012 വരെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി അംഗമായിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ടെൻഷനായിട്ടുള്ള കാശ്മീർ, അവിടുത്തെ പുൽവാമ ആണെങ്കിലും ഇപ്പോൾ നടക്കുന്ന പഹൽഗാം ആണെങ്കിലും ടെററിസ്റ്റിക് അറ്റാക്കുകൾ, ഇതൊരു സുരക്ഷാ വീഴ്ചയായി നമുക്ക് കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണിത് ഇത്തരമൊരു സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നത്? ടു ഹർ ഈസ് ഹ്യൂമൻ എന്നല്ലേ, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. സർക്കംസ്റ്റാൻസ് കൊണ്ട് പലപ്പോഴും നമുക്ക് തെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടം ചെയ്യാൻ പറ്റില്ല ഇത് സുരക്ഷാ വീഴ്ച മാത്രമാണെന്നുള്ളത്. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ഇഷ്യൂ. പാകിസ്ഥാൻ ഡസ് നോട്ട് വാണ്ട് ഇന്ത്യ ടു ബി ഫ്രണ്ട്ലി ഓർ എക്സിസ്റ്റ് ആസ് ലോങ് ആസ് കാശ്മീർ ഇഷ്യൂ ഇസ് ദെയർ. ദേ വോണ്ട് ടു ടേക്ക് ജമ്മു ആൻഡ് കാശ്മീർ. അത് മാത്രമുള്ള അവരുടെ ഒബ്ജക്റ്റീവ്. അവരുടെ ജീവിതകാലം മുഴുവനും അവരുടെ ആർമിയും എല്ലാം ചെയ്തിരുന്നത് ഇത് മാത്രം. കട്ട് ഇന്ത്യ, 1000 കട്ട്സ് ടു ഇന്ത്യ, എന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീർ പിടിച്ചടക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കഥ അറിയാമല്ലോ. ഹരി സിംഗ് ഇന്ത്യയോട് കൂടി ചേർന്നു. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും ഓരോ ഇന്ത്യയോടോ പാകിസ്ഥാനോ ചേർന്നത് ആ മഹാരാജാവ് തീരുമാനിക്കുന്നതാണ് ബ്രിട്ടീഷ് പറഞ്ഞിട്ടുള്ളത്. ആര് മെജോറിറ്റി ഉണ്ട്, മുസ്ലിം മെജോറിറ്റി എന്നുള്ളതൊക്കെ വേറെ ഫാക്ടേഴ്സാണ്. ബട്ട് ദി അൾട്ടിമേറ്റ് അതോറിറ്റി ടു ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ റെസ്റ്റഡ് വിത്ത് ദി മൊണാർക്ക്. ഇപ്പം നമ്മുടെ മഹാരാജാവ് കുറച്ചാളൊന്ന് മടിച്ചല്ലോ ഇന്ത്യയിൽ ചേരണോ, ഇൻഡിപെൻഡൻസ്, CP രാമസ്വാമയ്യരുടെ. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ആക്ടിവിറ്റി കൊണ്ടും ജനങ്ങളുടെ ഇതുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് മാറിയത്. അപ്പോൾ അങ്ങനെ ചില ചിന്തകൾ പലയിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാശ്മീരിലെ പ്രശ്നം മെജോറിറ്റി മുസ്ലിംസാണ്, പക്ഷേ മഹാരാജാവ് ഹിന്ദുവാണ്. അപ്പോൾ മുസ്ലിംസ് പറയാൻ തുടങ്ങി ഈ മഹാരാജാവ് തീരുമാനിക്കുന്നത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ സാർ എനിക്കൊരു സംശയം, അതായത് ഈ സൗദിയുമായുള്ള ബന്ധത്തിന് എന്തുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റുകൾ, ചില ഇസ്ലാമിക് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ കൂടുതൽ അസ്വസ്ഥരാകുന്നത്? ഇപ്പോൾ ഇന്ത്യ തന്നെ സൗദിയുമായുള്ള ഒരു വലിയ ബന്ധത്തിന് മൂവ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇസ്രായേലിലും ഇതേ തന്നെയായിരുന്നു. ഹമാസിൻ്റെ ആ പ്രശ്നത്തിനും തുടക്കം ഇതൊക്കെ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അവരത് ഭയപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ? ഇല്ല, സൗദി അറേബ്യ ഇസ് ദ കീപ്പർ ഓഫ് മെക്ക, നമ്മൾ ഓർക്കണം. അവരാണ് അതിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ അത് അവരുടെ രാജ്യത്തായതുകൊണ്ട് അവർ വിചാരിക്കുന്നത് അവർ ഒരു മോസ്റ്റ് സുപ്പീരിയർ ഇസ്ലാമിക് റിലിജിയൻ്റെ വാച്ച് ഡോഗ്സ് ആണ്, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ ഇസ്ലാമിക് ലോസും അതിൻ്റെ ഇൻഫിനിറ്റ് പുഷ് ചെയ്ത് ഉള്ള ഒരു ജീവിത രീതിയായിരുന്നു അവിടെ. സ്ത്രീകൾക്ക് ഉടുപ്പ് മുഴുവൻ അറിയണം, കാർ ഓടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്താണ് ഈ ഭയമെല്ലാം ഉണ്ടായിരുന്നത്, ഇവരെന്താണ് ചെയ്യാമെന്ന്. അപ്പോൾ ഇസ്ലാമിക് ഉമ്മ എന്ന് പറയുന്ന ഒരു സോളിറ്ററി സ്റ്റേറ്റ് ഉണ്ടെന്നും അതിൻ്റെ നേതാവാണ് സൗദി അറേബ്യ എന്ന്. അതേസമയത്ത് ഷിയ സുന്നി ബന്ധങ്ങൾ വലിയ പ്രയാസമുള്ളതായിരുന്നല്ലോ. ഇപ്പോൾ ഇറാനാണെങ്കിൽ ഷിയയാണ്, സൗദി ആണെങ്കിൽ സുന്നിയാണ്. അതൊരു വലിയ ഡിവൈഡാണ്. ഈവൻ പോലും അവർ വലിയ യൂണിറ്റിയൊക്കെ പറയുന്നെങ്കിൽ പോലും അവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സൽമാൻ്റെ ഇപ്പോഴത്തെ കിരീടാവകാശി അതൊക്കെ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് സൗദി അറേബ്യയിൽ ഒരു വലിയ വിപ്ലവം, സോഷ്യൽ വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് കാർ ഓടിച്ച് പോകാം, ഒരു പുരുഷനില്ലാതെ വെളിയിൽ പോയിക്കൂടാതെ, ആ നിയമങ്ങളൊക്കെ പോയി. ശരിയ ലോ ഇപ്പോഴും ഉണ്ട്, പക്ഷേ എന്നാലും അതാണ് സൗദി അറേബ്യയുടെ ശക്തി. അപ്പോൾ ഇപ്പോൾ ഇത് മാറിയിട്ട് ഇപ്പോൾ ഈ ഹമാസ് എന്തുകൊണ്ടാണ് ആക്രമിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ വാസ് അബൌട്ട് ടു സൈൻ എ ട്രീറ്റി വിത്ത് ഇസ്രായേൽ. പലരും സൈൻ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയാണല്ലോ, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയതാണ് എബ്രഹാം അക്കോർഡ്സ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ സൃഷ്ടിച്ചതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് എസ്റ്റാബ്ലിഷ് നോർമൽ റിലേഷൻസ് ഉണ്ടാക്കി. പണ്ടതരായിരുന്നല്ലോ ഈ ഇസ്ലാമിക് രാജ്യത്തിൻ്റെ ഇസ്രയേലിനെ നശിപ്പിക്കുക, പാലസ്റ്റൈൻ ഉണ്ടാകണം, ഇസ്രയേൽ പോകണം, പിന്നെ അത് ഇസ്രയേൽ നിന്നോട്ടെ. പക്ഷേ പാലസ്റ്റൈൻ ഉണ്ടാകാതെ സമാധാനമില്ല എന്നാണ്. ഇപ്പോഴും പാലസ്റ്റൈൻ സ്റ്റേറ്റ് ഇല്ല, അവർക്ക് ലാൻഡില്ല. ഈ ഗാസ എന്ന് പറയുന്നത് ഇസ്രയേലി ലാൻഡ്.
അപ്പോൾ അതവർക്ക് കൊടുക്കാതെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവുകയില്ല. പക്ഷേ എന്നിട്ടും ലിബറലൈസ് ചെയ്ത് ഇസ്രയേലിൻ്റെ കഴിവുകളും അവരുടെ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയും ഒക്കെ യൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ അവരെത്തി. ഇപ്പോൾ നമുക്കറിയാം, ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് പണ്ട്. ഇപ്പോൾ US, UAE, ഇന്ത്യ ആൻഡ് ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു ക്വാഡ് തന്നെയുണ്ട്. ഇത് ആലോചിക്കാൻ പറ്റുമോ? ഈ 4 പേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. ഇസ്രയേൽ നമ്മൾ ഔട്ട്ലോ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നീട് അവർ ഡിപ്ലോമാറ്റിക് മിഷൻ 92-ലാണ് നമ്മൾ ആദ്യമായിട്ട് ഡിപ്ലോമാറ്റിക് മിഷൻ സ്ഥാപിച്ചത് ഇസ്രയേൽ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ സുഹൃത്തുക്കളായി. അപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെന്തെങ്കിലും ആണെങ്കിലും ഇന്നും ഒരു മുസ്ലിം ലോകത്തിൻ്റെ നേതാവ് എന്ന് പറയാവുന്നത് സൗദി അറേബ്യ തന്നെയാണ്. പലരും അവരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ദ ലോ ഓഫ് ഇസ്ലാം ഈസ് കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഡ് ബൈ അതാണ് സൗദി അറേബ്യ. പക്ഷേ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പം വളരെ ഡ്രമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം ഇപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ ഉള്ളപ്പോഴാണ് അവർ നമ്മളെ ആക്രമിച്ചത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ളപ്പോഴാണ് നമ്മളെ ആക്രമിച്ചത്. ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ പഹൽഗാം തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കുറേ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പ്രധാനമായും സിന്ധു നദിയുടെ ജലം തടയുക, അങ്ങനെ കുറച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഈ നിലപാടുകൾ ശരിക്കും കൂടുതൽ കാലത്തേക്ക് പ്രായോഗികമാണോ? ഇത് ഒരു ഓപ്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. പലതവണ ആദ്യം മുതൽ തന്നെ ഈ അഗ്രിമെൻ്റ് കഴിഞ്ഞതിന് ശേഷം സിന്ധു നദി അഗ്രിമെൻ്റ് ഉണ്ടായത് രണ്ട് രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് നമ്മുടെ രാജ്യത്താണ്, പക്ഷേ അവർക്കാണ് ഏറ്റവും കൂടുതൽ, ഏകദേശം 10 times വാട്ടർ ദേ ഗെറ്റ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ ബംഗ്ലാദേശ് പ്രശ്നം വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻസ്റ്റിങ്ക്റ്റ് എന്തുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്യുന്നില്ല, അവർക്ക് വെള്ളമില്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയമെല്ലാം ഇന്ത്യയുടെ ബേസിക്കായിട്ടുള്ള ഒരു വെൽഫെയർ അപ്രോച്ച് നമുക്കുണ്ടല്ലോ ജീവിതത്തിൽ. അവരെ വെള്ളം കൂടി മുട്ടിച്ചുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. അത് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് പോലുമില്ല. ഇതിപ്പം ക്യാൻസൽ ചെയ്യുകയോ അത് ഫ്രീസ് ചെയ്യുകയോ ചെയ്താൽ ആർക്കാണ് എന്ത് സംഭവിക്കുന്ന ഒരു സ്റ്റഡി പോലുമില്ല. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും സ്റ്റഡീസൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മുടെ തന്നെ ജഡ്ജ്മെൻറ്റ് അവർ നമുക്ക് ഉപദ്രവിക്കാം, പക്ഷേ നമ്മുടെ ആളുകൾക്കും വെള്ളമില്ലാതാകും എന്നുള്ളതാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഹാസ് നെവർ ബീൻ ട്രൈഡ്. അപ്പോൾ ഇത്തവണത്തെ പ്രധാനമന്ത്രിക്ക് ചിന്തിക്കാവുന്ന യുദ്ധം എന്നുള്ളതിൽ കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായി ചെയ്യാവുന്നത് ഇതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്തൊക്കെയായാലും കോൺസിക്വൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത്. പക്ഷേ അത് എത്ര നാൾ നീങ്ങുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇതിൽ നമ്മൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരു യുദ്ധമായിട്ട് മനസ്സിലാക്കാൻ ലോകം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഇത് യുദ്ധമില്ലാതെ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റി നമ്മൾ ചെയ്യുന്നത്. തന്നെ ഇന്നൊക്കെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സിന്ധു നദീതടത്തിലൂടെ ജലമൊഴുകും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകും എന്ന് പ്രസംഗിക്കുന്നു. ഇന്ത്യ ആവട്ടെ സൈനിക ശക്തിയിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയൊരു രാജ്യമാണ്. എന്ത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു യുദ്ധസന്നാഹം നടത്തുന്നത്? അല്ല, അവരെല്ലാ തരത്തിലും യുദ്ധത്തിന് തയ്യാറായിരുന്നല്ലോ. എല്ലാ കാലത്തും എല്ലാ യുദ്ധത്തിലും അവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ 1998 ഒരു വലിയ മാറ്റം, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സായി മാറി. പാകിസ്ഥാന് കിട്ടിയത് ചൈനയിൽ നിന്ന് കിട്ടിയതാണ്, വെറുതെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊട്ടിക്കാമെന്നുള്ളതല്ലാതെ അവർക്ക് വേറെ അറിവൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഫണ്ടമെൻ്റൽ സയൻസിൽ കൂടെ വന്നാണ്. പണ്ട് ഐസൻഹവർ ആറ്റംസ് ഫോർ പീസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ് നമുക്ക് തന്നു. നമുക്ക് വേണമെങ്കിൽ 1974 മുതൽ തന്നെ നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ചൈന എക്സ്പെരിമെൻ്റ് ചെയ്ത സമയത്ത് നമുക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ചെയ്തില്ല. കാരണം നമ്മളൊരു പീസ്ഫുൾ ന്യൂക്ലിയർ വെപ്പൺ ഷുഡ് നോട്ട് ബി യൂസ്ഡ്, ഷുഡ് നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളൊരു തിയറിയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ഇവരുടെ ശക്തി, ഇപ്പോഴവരിപ്പോൾ പറയുന്നത് നമ്മളും രണ്ടുപേരും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആണെങ്കിലും നമ്മൾ നോൺ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വെപ്പൺസ് ഉണ്ടെങ്കിൽ പോലും വേറെ ആരെങ്കിലും നമുക്ക് നേരെ ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അത് ഉപയോഗിക്കുകയില്ല എന്നാണ് നമ്മൾ പറയുന്നത്, നോൺ ഫസ്റ്റ് യൂസ്. അപ്പോൾ അതൊരു എന്താണ് ഒരു ഗ്യാരണ്ടിയാണ്. അതെ, അത് പാകിസ്ഥാൻ പറയുന്നതല്ല. ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, കാരണം ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്ത്യൻ ഫോഴ്സസിനെതിരായിട്ട് പാകിസ്ഥാനി ഫോഴ്സിന് ഫൈറ്റ് ചെയ്യാൻ സാധ്യമല്ല, അതിനുള്ള ഇക്വാലിറ്റി ബാലൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് വി വിൽ യൂസ് വാട്ട് എവർ മേ ഹാപ്പൻ, ബിക്കോസ് വി കനോട്ട് ഫൈറ്റ് വിത്ത് ട്രഡീഷണൽ വെപ്പൺസ് വിത്ത് ഇന്ത്യ.
അപ്പോൾ അതുകൊണ്ടാണ് അവർ ടെററിസത്തിനെ ഒരു പോളിസിയാക്കി മാറ്റിയിരിക്കുന്നത്. എങ്ങനെ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാം, എങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കാം, അതിനുവേണ്ടിയുള്ള ടെററിസ്റ്റ് എഫേർട്സാണ് അവരെപ്പോഴും നടത്തുന്നത്. അപ്പോൾ ചാൻസ് കിട്ടുമ്പോൾ വളരെ ശക്തമായിട്ട് അവർ പെരുമാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഭയപ്പെടുത്തുന്നത് ഇതാണ്, ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞിരിക്കുകയല്ലേ നോൺ ഫസ്റ്റ് യൂസ്. പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, നോൺ ഫസ്റ്റ് യൂസ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ത്രെറ്റ് ടു ഇറ്റ് സോവറിറ്റി. ഇന്ത്യയുടെ സോവറിറ്റി ത്രെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തിനൊരു ഭയമുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ ആയിരിക്കും ഒരുപക്ഷെ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള അത് അവരായിരിക്കും തുറക്കാൻ പോകുന്നത്. അതുകൊണ്ട് there's a big control on us from everybody. മനസ്സിലായില്ലേ? ഇപ്പോൾ ചൈന നോൺ ഫസ്റ്റ് യൂസ് പറയുന്നുണ്ട്, പക്ഷേ അവരാരും ഭയപ്പെടുന്നില്ല, കാരണം അവരെന്തായാലും ഡോമിനേറ്റ് ചെയ്യുകയാണല്ലോ. അത് അമേരിക്കൻസ് ചൈനയിൽ പോയിട്ടാണ് സോവിയറ്റ് യൂണിയനെ തകർത്തത്. ഇപ്പോൾ ട്രംപ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ പോയി ചൈനയെ തകർക്കാൻ ശ്രമിക്കും. നിക്സൺ ചൈനയോട് ചെയ്തത് ട്രംപ് റഷ്യയോട് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ പാലസ്റ്റീൻ ഫൈറ്റേഴ്സിന് നമ്മളെന്താ പറയുന്നത്, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നല്ല പറയുന്നത്, നമ്മൾ അവർക്ക് വെപ്പൺസ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നോൺ മിലിറ്ററി സൊല്യൂഷൻസാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അത് മാറിയിട്ട് മിലിറ്ററി സൊല്യൂഷനൊക്കെ ആകാൻ വലിയ ദൂരമൊന്നുമില്ല. അതുപോലെ തന്നെ ടെററിസം പലപ്പോഴും കാണപ്പെടുന്നത് മതപരമായിട്ടാണ് ലോകത്താകമാനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും ശാശ്വതമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ ദേവർ പൊളിറ്റിസൈസിങ്, ഉമ്മൻചാണ്ടി നേടിയെടുക്കരുത് എന്നുള്ളത്. അപ്പം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ് ഇപ്പോൾ പിണറായി വിജയൻ സാക്ഷാത്കരിച്ചത്.